ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. സകലവും എങ്ങനെ വ്യാപരിക്കുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്വത്രം. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാണ്. അങ്ങനെയെങ്കിൽ ആ തിരഞ്ഞെടുപ്പും വിളിയും നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ഞാൻ ഒരു നാളും അനാഥനായി വിടുകയില്ല. കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ അടുക്കലേക്ക് വന്ന് നിന്നെ നിറയ്ക്കും. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ, നിന്റെ കൂട്ടാളിയുടെ ജീവിതത്തില്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന ഏതെല്ലാം നിലവാരത്തിൽ വരുന്ന പൈശാചിക മണ്ഡലങ്ങളും പോരുകളും ഞാൻ നീക്കി നിങ്ങൾക്ക് ജയം തരും. ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ, അനർത്ഥം വ്യസനഹേതുവിന് കാരണമാകാതെ, ശത്രുവിന്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ ജയത്തോടെ നടത്തിയെങ്കിൽ നിർണയപ്രകാരം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് സകലതും നഷ്ടമാകും എന്നല്ല, നന്മയായി കൂടി വ്യാപരിക്കും. അതുകൊണ്ട് 8-ാം അധ്യായം 12-13 വാക്യം വായിച്ചേ. ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. സ്തോത്രം. ജഡമോഹം നിന്നെ എവിടെ കൊണ്ടെത്തിക്കുന്നറിയാമോ? നിത്യമരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സു പുതുക്കി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിന്നെ സമർപ്പിക്കണം. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ രോഗം പേറിയ ശരീരമായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിത സാഹചര്യമായിരിക്കും, കൂട്ടാളിയെ ഓർത്ത് വിലപിച്ചു നടക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ വിളിച്ചത് ലോകത്തിന് മുമ്പിൽ ലജ്ജിതരായി തീരാനല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കാനാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വഴിയിലിട്ടേച്ച് പോകത്തില്ല. എന്താണ് നാം വായിച്ചത്? സ്വത്രം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. അതുകൊണ്ട് റോമർക്ക് ലേഖനം 12-2 എന്താ പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാതെ പട്ടുപോകും. നിങ്ങൾ കരഞ്ഞും വിലപിച്ചും ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ മറ്റുള്ള മുമ്പിൽ കരം നീട്ടേണ്ടി വരും. എന്റെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നിന്റെ കണ്ണ് നിറഞ്ഞാൽ, നിന്റെ നടുവൊന്ന് വേദനിച്ചാൽ, നിന്റെ വയറൊന്ന് വിശന്നാൽ എന്റെ ദൈവത്തിന് സഹിക്കത്തില്ല. നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. കാരണം എന്റെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്, എന്റെ ദാസനെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നു. അങ്ങനെയാണെങ്കിൽ സ്വത്രം 12-ാം അധ്യായം 9-10 വായിച്ചു നോക്കേ. സ്വത്രം. നിന്റെ ഹൃദയത്തിനകത്ത് അകത്തുനിന്ന് പുറത്തു വരുന്ന സ്നേഹമേ, അത് കാപട്യമുള്ളതായിരിക്കരുത്. സ്വത്രം. അത് ദുഷ്ടത നിറഞ്ഞതായിരിക്കരുത്. നിഷ്കളങ്കതയും നിർമ്മലതയും നേരും നിന്നെ ഭരിക്കണം. സ്നേഹം എങ്ങനെയായിരിക്കണം? നിർവ്യാജമായിരിക്കണം. അടുത്ത ആകാത്തതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരണം. സ്വത്രം.
നമുക്കതിന് കഴിയുമോ? നമ്മളെ കൊണ്ടത് കഴിയത്തില്ല. പക്ഷേ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യത്താൽ അത് നമ്മിൽ വെളിപ്പെട്ടു വരും. ഈ നല്ല പകൽ ഞാൻ പറയട്ടെ, ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഈ സ്നേഹമില്ലാത്ത മാനുഷിക ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ കടന്നു വന്നെങ്കിൽ നീ ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവളായി മാറാൻ ശ്രമിച്ചാൽ ഭൂമിയിലുള്ള സകലത്തിനും സർവത്തിനും മീതെ സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. സ്വത്രം കഴിഞ്ഞ ഇന്നലകൾ നീ ചോദിച്ചില്ലേ, എന്റെ ഈ നിന്ന എന്ന് മാറുമെന്ന്? കഴിഞ്ഞ നാളുകൾ നിന്റെ കാതുകൊണ്ട് കേട്ട് നിന്റെ സന്തതി ഒരിക്കലും ഉയരത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കേട്ടതാ, നീ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്. കുഞ്ഞെ, പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിന്നെ അകറ്റുവാൻ, നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന നന്മ നിന്റെ കരത്തിൽ എത്താതിരിക്കുവാൻ, നിന്റെ സന്തതി വിദേശ രാജ്യങ്ങൾ കീഴടക്കാതെ ഇരിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് എല്ലാ കാലത്തും നിലവിളിയോണെന്ന് ആഗ്രഹിച്ചിട്ട് പിശാചൊരുക്കുന്ന കെണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുത്തിട്ട് പറയണം. പാട്ടുകാരൻ പറയുന്നത്, അവൻ എന്നെ കൊന്നാലും, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അവനെ ജീവിക്കും. സ്വത്രം നോക്ക്, കഷ്ടങ്ങളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ ആരും സഹായിപ്പാൻ ഇറങ്ങി വന്നില്ല എന്ന് കരുതി നിരാശപ്പെടണ്ട. ലോകത്തിൽ ആരും നിന്റെ അവസ്ഥ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ആമേൻ പറയണം. സ്വത്രം, എന്റെ ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നിന്നെ കുറ്റം പറയുന്നവർ, സ്വത്രം, നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത്, നിന്റെ തല ഉയരുന്നത് നീ കാണും. ഇന്ന് രാത്രി പകൽക്കാലം വ്യക്തമായി ഒന്ന് കൊന്നിട്ട് ലേഖനം 10-12 വാക്യം ഒന്ന് വായിച്ചേ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, സ്വത്രം, എന്ത് ചെയ്യണം? വീഴാതെ ഇരുപ്പാൻ സൂക്ഷിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിന്നെ നിർത്തിയത് എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവാകുന്ന പാറമേല. നിന്നെ നിർത്തിയത് ആരാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവാ. എങ്ങനെയാ നിർത്തിയെന്നറിയാമോ? തന്റെ രക്തത്തിന്റെ മറുവിലായി വീണ്ടെടുപ്പ് നൽകിയ. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട നീ ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി, ലോകക്കാരുടെ മുമ്പിൽ തല കുമ്പിട്ട് നടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, സുന്ദരമെന്ന ദേവാലയത്തിന് മുമ്പിൽ നാളുകളായി, സ്തോത്രം, ഭിക്ഷയായിച്ചു കൊണ്ടിരിക്കുന്ന, സ്തോത്രം, ഒരു മുടന്തൻ. സ്വത്രം, അവൻ വരുന്നവരെയും പോകുന്നവരെ എല്ലാം കാണുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എനിക്ക് വല്ലതും തരണമേ, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, ഞാൻ തളർന്നു പോയിരിക്കുന്നു, നിങ്ങളുടെ കരുണ ദയ എന്നോട് തോന്നണമേ എന്ന് പറഞ്ഞ് കാലങ്ങളായി അവൻ ഇരക്കുകയാ. അത് കണ്ടുകൊണ്ട് പലരും പോകുന്നുണ്ട്, വരുന്നുണ്ട്. പലരും തങ്ങളുടെ കരത്തിലുള്ള ചില്ലിക്കാശുകൾ വലിച്ചെറിഞ്ഞ് അവന്റെ കരത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവന് തൃപ്തിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവനൊരു യാചകനാ, അവന്റെ നിന്നാപാത്രമാ, മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനാ. പക്ഷെ അവന്റെ അകത്ത് ഒരാഗ്രഹമുണ്ട്, ഈ അവസ്ഥ ഒന്ന് മാറിയിരുന്നുവെങ്കിൽ, സ്വത്രം, ഈ അവസ്ഥ ഒന്ന് മാറിയിരുന്നുവെങ്കിൽ, വരുന്നവരും പോകുന്നവരും ആരും അവന്റെ അവസ്ഥ നോക്കിയിട്ടില്ല. സ്വത്രം, അവരാരും അവനൊന്ന് സഹായിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച പത്രോസും യോഹന്നാനും അതുവഴി വന്നു. അവരെയും അവൻ വിട്ടില്ല. സ്വത്രം, യജമാനന്മാരെ, എന്നെ ഒന്ന് സഹായിക്കണമേ, എനിക്കെന്തെങ്കിലും തന്നച്ചു പോകണമേ. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവം അന്നുവരെയും അവിടെ ഇരുന്നവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരാ, ഞങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾക്കില്ലാത്തത് ഒന്ന് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വത്രം.
ഞങ്ങളുടെതെന്ന് പറയാൻ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നുമില്ല. ഞങ്ങൾക്കില്ലാത്തതൊന്നും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയാത്തത് ആരെയും കൊടുക്കണമെന്ന് അറിയാമോ? ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുക്ക്. സ്തോത്രം. ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുക്ക്, ദൈവം അത് നിറയ്ക്കും. സ്തോത്രം. ഇന്നലെ വരെ യവനെ കണ്ട ഈ പത്രോസും യോഹന്നാനും ഇത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവൻ എഴുന്നേൽക്കുമെന്ന്. പക്ഷെ അഭിഷേകം അവരുടെ മേൽ വന്നപ്പോൾ അവര് പറയാ, ഞങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് പറയാ എഴുന്നേൽക്ക്. പറഞ്ഞത് മാത്രമല്ല, അവന്റെ കരത്തിൽ പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു. സ്വത്രം. വ്യക്തമായി പറയട്ടെ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കണം. സ്വത്രം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ അതിന് കഴിവുള്ള ഒരുവനേ ഉള്ളൂ. നീ ആരാധിക്കുന്നു, നീ സേവിക്കുന്നു, നീ ഉയർത്തുന്നു കർത്താവ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിന്നോട് കൂടെ ഇരുന്നാലുണ്ടല്ലോ, ശത്രുക്കളുടെ നടുവിൽ അവൻ മേശയൊരുക്കി നിന്റെ തല ഉയർത്തി മാനിക്കും. നോക്ക്, കരം പിടിച്ചുയർത്തിയവൻ സ്വത്രം എവിടേക്ക് പോയി? സ്വത്രം. ഉയർത്തിയ ദൈവത്തെ ആരാധിക്കാൻ പോയി. സ്വത്രം. നാം തിരിച്ചറിയണം, ഒന്നുമല്ലാതെ ഇരുന്ന് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന് സ്വത്രം തല ഉയർത്തി മാനിച്ചെങ്കിൽ ആ മാനിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താലുണ്ടല്ലോ, നിന്റെ സന്തതി ആഹാരം ഇറക്കത്തില്ല. സ്വത്രം. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ഭാവി ജീവിതം കണ്ടെത്താൻ വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ നീ കൊടുത്ത മഹത്വം ദൈവസന്നിധി എത്തിയെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നീ ആരാധിച്ചത് സർവശക്തനായ ദൈവത്തെയാണെങ്കിൽ, നിനക്ക് വേണ്ടി സകലം തന്നു നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവിലാണെങ്കിൽ, തീർച്ചയായും ഞാൻ പറയട്ടെ, ആരുടെ മുമ്പിൽ നീ ഇല്ല എന്ന് പറയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ കുറവുകളെ മാറ്റി നിറവാക്കി നിന്നെ അനുഗ്രഹിച്ച് ദേശത്തിന് മുമ്പിൽ മാനിച്ചുയർത്തു. കുഞ്ഞേ, ഒരു പക്ഷേ ഇന്നത്തെ കഷ്ടം തോന്നുന്നുണ്ടായിരിക്കും, ഇന്നൊരു പക്ഷേ നീ ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും, നിന്നെ ആരും ശ്രദ്ധിക്കാനില്ല, നിന്നെ ആരും കൂടെ വരാനില്ല എന്നൊരു പക്ഷെ നിനക്ക് തോന്നും. പക്ഷേ നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ഉയരത്തിൽ ഒരുവൻ കരുതുന്നുണ്ടെന്ന് വിശ്വസിച്ചിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവൻ ആലയത്തിലേക്ക് ചെന്നത് സ്വത്രം ആലയത്തിന്റെ ഭണ്ഡാരത്തിൽ കിടക്കുന്ന സ്വത്രാഴ്ചയ്ക്ക് വേണ്ടി അല്ല, പിന്നെയോ തന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ ആരാധിക്കാനാ. തന്നെ വിടുവിച്ച ദൈവത്തെ ആരാധിക്കാനാ. ഇന്നലെ വരെ ആലയത്തിന് വെളിയിലായിരുന്നു. അവന് ദൈവം സൗഖ്യം കൊടുത്തപ്പോൾ, അവൻ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, അവൻ അവന്റെ കുഞ്ഞിനെ ഓർത്തില്ല, കൂട്ടാളിയെ ഓർത്തില്ല, അവരുടെ സ്നേഹിതരെ ഓർത്തില്ല. സ്വത്രം. ഈ സൗഖ്യം കൊടുത്ത, ഈ സൗഖ്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ച പത്രോസിനെ യോഹന്നാനെ ഓർത്തില്ല. പിന്നെ ആരെ ഓർത്തു? സൗഖ്യം നൽകിയ ദൈവത്തെ ഓർത്തു. നമ്മളോ ആ സമയത്ത് ലോകത്തെ ഓർക്കും. ദൈവത്തിന്റെ വചനം, രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഏലീശ, ഏലിയാവ് എന്ന് പറഞ്ഞ രണ്ട് ദൈവഭൃത്യന്മാരെ കാണുന്നുണ്ട്. ഏലിയാവിനെ അനുഗമിക്കുന്ന ഏലീശയോട് ഏലിയാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലമൊക്കെ ഞാൻ നിന്നെ അനുഗമിച്ച്, നീ എന്നെ അനുഗമിച്ചു, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തുകൊള്ളപ്പെടുവാണ്ടെന്ന് യോർദാനിലേക്ക് പോകാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് കരുണയുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമ്മളായാലും ഈ യാത്ര പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുതിയ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളും പറയാറില്ലേ, മോനെ, മോളെ, കുഞ്ഞെ, ഞാൻ വരുമ്പോ ഇന്നത് കൊണ്ടുവരാം, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഞാൻ ചെയ്തിട്ട് പോകാം. സ്വത്രം. നമ്മളാണെങ്കിൽ എന്താ പറയും? അച്ചാച്ചാ, അമ്മച്ചി, ചേച്ചി, മോനെ, കുഞ്ഞെ, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇപ്പൊ ഇല്ലെങ്കിലും വരുമ്പോ നീ കൊണ്ടുവരണേന്ന് പറയും. പക്ഷെ ഏലിയാവ് പറയാ, ഞാൻ പോകുന്നതിന് മുമ്പ് നിന്റെ അവസ്ഥ എനിക്കറിയാം. ഇന്ന് വരെ നീ എന്നെ അനുഗമിച്ചത് സകലതും വിട്ടേച്ച, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നീ എല്ലാവരുടെയും മുമ്പിൽ കരനീട്ടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തത്? കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഏലീശയോട് പറഞ്ഞു, എടാ, ഏലിയാവ് പോവുകയാ, ഇനി നീ അവനെ പിൻപറ്റണ്ട, നമുക്കൊരു കമ്മിറ്റിയൊക്കെ കൂടി നിന്നെ നേതാവാക്കാം. സ്വത്രം. നീ നേതാവായിട്ടിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. ഏലീശ കേട്ടോ? സ്വത്രം.
ഏലിയാവ് പോകാൻ പോകുന്നെങ്കിൽ അവൻ പോകുന്നത് ഞാനും പോകും. സ്വത്രം. അതായിരിക്കണം തീരുമാനം. സ്വത്രം. എന്റെ ദൈവം പോയെടുത്ത് ഞാനും പോകും. എന്നെ കൊണ്ടുപോകുവാൻ എന്റെ കർത്താവ് വരും. പോകുന്നതിന് മുമ്പ് ഈ ഭൂതലത്തിൽ നീ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിന്റെ 1000 മടങ്ങ് സ്വർഗം നിനക്ക് തരും. ഇത്തിരി പാടാ അത് പ്രാപിക്കാം. സ്വത്രം. അത് നേടാൻ ഇച്ചിരി പാടാ. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുതിരിയണം. ചിലതിനൊക്കെ വേണ്ടി കാത്തിരിക്കണം. സ്വത്രം. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടും. അവനെന്റെ ഉപനിധിയാ, അവനെന്റെ രക്ഷകൻ, അവനെന്റെ വീണ്ടെടുപ്പാണ് ഞാൻ സേവിക്കുന്നത്. അവന്റെ മകനായതുകൊണ്ടാണെന്ന് നിനക്ക് ഉറപ്പുണ്ടാവണം. സ്വത്രം. ഈ ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുമ്പോൾ വഴുതി പോകുന്നത് പോലെ ആകരുത് വിശ്വാസം. സ്വത്രം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ സ്വത്തം ചത്തുപോകുന്നല്ല പറഞ്ഞത്, ജീവൻ പ്രാപിക്കും. സ്വത്രം. അവൻ തൊഴുത്തുനിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുമ്പോ? സ്വത്രം. ഒഴിച്ചു ഒരു വലിയ ചേമ്പലക്കകത്ത് വെള്ളം ഒഴിച്ചു, കുറച്ചു നേരം ആ വെള്ളം ആ ചേമ്പലപ്പുറത്ത് തുള്ളും. എന്നിട്ട് ആ തുള്ളുമ്പോ ഇതൊന്ന് ചരി അപ്പൊ ഒഴുകിപ്പോ. അപ്പൊ നോക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഉണ്ടല്ലോ, തുളുമ്പുന്നവനായിരിക്കണം. അത് സന്തോഷത്തോടെ തുളുമ്പണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ തുളുമ്പുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. സ്വത്രം. ആ സാന്നിധ്യത്തിൽ നിൽക്കണം. ഏലീശ പറഞ്ഞെന്തുവാ? കാള വേണമെന്നാണോ? കലപ്പ വേണമെന്നാണോ? സ്വത്രം. വയല് വേണമെന്നാണോ? നിന്റെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, ആ ദൈവശക്തി ഉണ്ടല്ലോ, കർമ്മേലിന്റെ കൊടുമുടിയിൽ നീ വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം ഉണ്ടല്ലോ, അത് ഇതുപോലെ പോരാ, അത് ഇരട്ടിയായിട്ട്. സഹോദരങ്ങളെ, ഇത് കിട്ടിയാൽ നിനക്കെന്ത് പ്രയോജനം? സ്വത്രം. എന്ത് പ്രയോജനം? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നാൽ എന്ത് പ്രയോജനം? സ്വത്രം. ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? സ്വത്രം. എനിക്കൊരു പ്രയോജനമുണ്ട്. എന്റെ നിന്ദമാണ്. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞാൻ മാനിക്കപ്പെട്ടവനായി തീരും. എന്റെ കഷ്ടങ്ങൾ മാറും. എന്റെ പട്ടിണി തീരും. കരിവാളിച്ച് എന്റെ മുഖം ശോഭയുള്ളതായി മാറും. എന്നെ കാണുന്ന ദൈവത്തിന്റെ മഹത്വം കാണും. ഒരല്ലേ പറയാമെങ്കിൽ പറ. എന്നെ അതിനാ ദൈവം വിളിച്ചത്, അല്ലാതെ എന്നും ഇല്ലായ്മയുടെ കണക്ക് പറഞ്ഞ് കണ്ണുനീരോടെ വിലപിച്ചുകൊണ്ട് തെക്കും വടക്ക് കിഴക്കും പടിഞ്ഞാറ് കരം നീട്ടി സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞ് നടത്താനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, തകർന്നു കിടക്കുന്നവരുടെ മുമ്പിൽ നിന്നെ മാനിച്ചുയർത്തിയിട്ട് നിന്നിലൂടെ ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്താനാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു അനുഗ്രഹമാണ് പറഞ്ഞത്. അതിനാ ദൈവം നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ വിളിച്ച ദൈവത്തിന്റെ വിളി, തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി നാം എന്തു ചെയ്യണം? വായിക്കാം 8:31. റോമലേഖനം 8:31. സ്വത്രം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? സ്വത്രം. ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗം സംബന്ധിച്ച് ഇനി ഞാൻ എന്ത് പറയണം? പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ. ഇനി ഞാൻ എന്ത് പറയണം? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. സ്വത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ പ്രതികൂലമായി വരുന്നതെല്ലാം തകർന്നു വീഴും. പ്രതികൂലമായി വരുന്നതെല്ലാം തകർന്നു വീഴും. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ തനിച്ചാകത്തില്ല. നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ കൂട്ടാളി ആഹാരം ഇരക്കത്തില്ല. നിന്റെ കലവറ ശൂന്യമാകത്തില്ല. നീ ഒരു അനുഗ്രഹമാകുന്നേ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം 11
അധ്യായം 23 മുതൽ 30 വരെ വായിച്ചേ. ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതൽ 30 വരെ. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതൽ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കൊരു പക്ഷെ തോന്നാൻ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നത് ഇല്ല, ഞാൻ സ്വബോധത്തോടെയാണ് കൂടെ പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് വട്ടാണെന്ന്. അല്ല, ഞാൻ വിശ്വസിച്ച എന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ ആശ്രയിച്ച എന്റെ ദൈവത്തിന്റെ മഹത്വം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ വിളിച്ച ദൈവം എന്നെ ഇന്നുവരെയും കാത്തു പരിപാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭോഷത്വമല്ല, സത്യമായ കാര്യമാണ്. വായിച്ചോ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. സ്വത്രം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. പൗലോസ് പറയുകയാണ്, സ്വത്രം, ഞാൻ എന്റെ യേശുവിന് വേണ്ടി, എന്റെ ദൈവത്തിന് വേണ്ടി, എന്റെ ജനത്തിനു വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഓടി. അധികം പ്രാവശ്യം തടവിലായി. സ്വത്രം. അതുകൊണ്ട് കട്ടട്ടല്ല, മോഷ്ടിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, ആരെയും ചതിച്ചിട്ടല്ല, ഞാൻ യേശുവിനെ ഉയർത്തിയത് കൊണ്ട്, യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയത് കൊണ്ട്, അനേകരെ കഷ്ടത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട്, അനേകർക്ക് താങ്ങും തണലുമായി നിന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ തടവിലായി, ഞാൻ കാരാഗ്രഹത്തിലായി. ഒരു തെറ്റും ചെയ്യാതെ, ആർക്കും ഒരു ദോഷം ചെയ്യാതെ ദൈവത്തെ ഉയർത്തിയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന പ്രതികൂലങ്ങൾ എത്ര ചെറുതുവല്ലോ ആണോ? വീടിനകത്തും വീടിന് പുറത്തും നാട്ടിലും എല്ലാം വേദനാജനകമായ അനുഭവങ്ങളാ ജീവിതത്തിൽ ലഭിച്ചത്. പക്ഷെ പൗലോസ് പറയാ, അതൊക്കെ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ അനുഭവിച്ചതിന്റെ 1000 മടങ്ങാ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അനുഭവിച്ചത്. അത്രം നന്മ ചെയ്തിട്ടും തിരസ്കാരങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വന്ന എന്റെ അരുമനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ കഷ്ടം സാരമില്ല പൗലോസ് പറയുക. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയണം, ഓ എന്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾ ഓർത്താൽ ഈ കഷ്ടം സാരമില്ല. അവൻ എന്നെ ഉയർത്തിയ ഓർത്താൽ, അവൻ എനിക്ക് വേണ്ടി കരുതിയ നന്മ ഓർത്താൽ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർത്താൽ, എന്റെ ഭവനത്തിനകത്ത് ഒരുക്കി തന്ന നന്മകൾ ഓർത്താൽ ഈ കഷ്ടം സാരമില്ല, മാറിപ്പോകും. വായിച്ചോ. അനവധി അടികൊണ്ടു. സ്വത്രം. പൗലോസ് പറയുക, ഞാൻ അടികൊണ്ടതേ സ്വത്രം പാപം ചെയ്തിട്ടല്ല, മോഷ്ടിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, നന്മ ചെയ്തിട്ടാ, നല്ലത് മാത്രം പ്രവർത്തിച്ചിട്ടാ, അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോയത് കൊണ്ടാ, അവരെ കഷ്ടത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയത് കൊണ്ടാ, അവരെ ദേശക്കാരുടെ മുമ്പിൽ നിർത്തിയത് കൊണ്ടാ, അവരെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കാണിച്ചത് കൊണ്ടാ. നമുക്ക് പട്ടണത്തിനകത്ത് സ്വത്രം ഒരു സഹോദരിയെ മാനസാന്തരപ്പെടുത്തി. സ്വത്രം. അവൾ പേയ് പിടിച്ച്, പിശാച് പിടിച്ച്, ഇവർ ദൈവത്തിന്റെ മഹോന്നതന്മാരായ പുത്രന്മാരെന്ന് പറഞ്ഞ് അവരുടെ പുറമേ നടന്ന് അവളുടെ മേലുള്ള പിശാചിനെ ശാസിച്ചപ്പോ ആർ കിട്ടപ്പെട്ടില്ല? അവളുടെ പിണിയാളന്മാർക്ക്, അവളിൽ നിന്ന് ചുങ്കം പിരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന നേതാക്കന്മാർക്ക്, മോലാളിമാർക്ക്, അവിടുത്തെ പ്രമാണിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ അവിടെ കൊണ്ടിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്. അപ്പോൾ ചില പ്രവചന വായിച്ച കാണാൻ കഴിയും. സ്വത്രം. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്, ആ കാരാഗ്രഹത്തിനകത്ത് സ്വത്രം പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും സ്വത്രം സ്വയം ശപിച്ചുമാണോ പൗലോസും ശീലാസും കടന്നത്? സ്വത്രം. കൈകാലുകൾ ആമത്തിലിട്ട് ബന്ധിച്ചു, ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഇരിക്കുമ്പോൾ സ്വത്രം അവരെന്ത് ചെയ്തു? രാത്രിയാമത്തിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഈ നല്ല പകൽ എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. സ്വത്രം. എത്ര ബന്ധനം നമ്മെ മുറുകെ പിടിച്ചാലും നിന്റെ നാവിനെ ബന്ധിക്കുവാൻ, നിന്റെ ഹൃദയത്തെ ബന്ധിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ ശാരീരികമായ പുറമെയുള്ള ബന്ധനങ്ങൾ നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു കരുതി നിന്നെ ആധരം തുറന്ന്, ഹൃദയം തുറന്ന്, ആ ബന്ധനങ്ങളെ മറന്ന് നീ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്ക്. നിന്റെ ബന്ധനങ്ങൾ അഴിയും. നീ എവിടെ കിടക്കുന്നോ അവിടെ ദൈവമഹത്വം ഇറങ്ങും. നീ എന്താഗ്രഹിക്കുന്നോ അത് ദൈവം നിനക്ക് തരും. Praise the Lord. അത് കണ്ട പൗലോസ് പറയുക, ഈ കഷ്ടം സാരമില്ല. സ്വത്രം. ഇതിലും വലിയ കഷ്ടത്തിന് നടുവിലായിരുന്നപ്പോൾ സ്വർഗം എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ഈ കഷ്ടം സാരമില്ല. അടുത്ത വായിച്ചു. പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു. സ്വന്തം കൂടപ്പറപ്പുകളെ അടിച്ചത്. സ്വന്തം കൂടപ്പറപ്പുകളാ പൗലോസിനെ അടിച്ചത്. അങ്ങനെയല്ലേ പറയുന്നത്? യഹൂദനല്ലേ, പ്രമാണിയല്ലേ? സ്വത്രം. അവനെ ആരടിച്ചു? സ്വന്തം കൂടപ്പറപ്പുകൾ അടിച്ചു. എത്ര അടിയാ? 40 അടി 5 വട്ടം. 40 അടി 5 പ്രാവശ്യവും വാങ്ങിച്ചത്. സ്വത്രം. പരസ്യ കോലമായി അവൻ. സ്വത്രം. എന്നിട്ട് അവൻ ദൈവത്തെ മറന്നോ? ദൈവത്തെ തള്ളിപ്പറഞ്ഞോ? ഇല്ല. എന്താ കാര്യം? സ്വത്രം. എന്താ കാര്യം? ഈ കഷ്ടതയില്ലാത്ത സന്തോഷത്തിന്റെ ഒരു കാലം അവൻ എനിക്ക് വച്ചിട്ടുണ്ട്. സ്വത്രം. ഓ, ഇങ്ങനെ ഓർത്തു പോകുകയാണ്. ഇത്ര വിശ്വാസം, ഇത്ര പ്രത്യാശ, ഇത്ര ഉറപ്പ്. സ്വത്രം. എല്ലാം ഉണ്ടായിട്ടും, ലോകത്തിൽ ഏറ്റവും വലിയ ധനാട്യനായിട്ടും സ്വത്രം, അതെല്ലാം ചപ്പും ചവറും എന്നെണ്ണി ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നിന്ന പൗലോസ് പറയുകയാണ്, സ്വത്രം, ഇതൊന്നും സാരമില്ല. സ്വത്രം. ഇതൊന്നും സാരമല്ല. ഇതിലൊന്നും ഞാനൊന്നും കാണുന്നില്ല. ഇതൊന്നും ഓർത്ത് ഞാൻ വേദനപ്പെടുന്നില്ല. എന്റെ വേദന നിങ്ങളെ കുറിച്ചാ. വല്ല വിധേനയും ഈ നശ്വരമായ ഈ പാപം നിറഞ്ഞ ലോകത്ത് നിന്ന് നിന്നെ സൃഷ്ടിച്ച അരിമാതത്തിന്റെ അടുക്കലേക്ക് വിശുദ്ധിയോടെ നീ ചെന്ന് ചേരണം. അവന്റെ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് സകല ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാൻ സ്വർഗം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ കർത്താവ് പറഞ്ഞു ഭയപ്പെടണം. കഷ്ടമുണ്ട്, ധൈര്യപ്പെടുക. രോഗമുണ്ട്, ധൈര്യപ്പെടുക. സ്വത്രം. നിന്റെ വേദനകൾക്ക് ആശ്വാസം ഞാൻ കൂടെ ഇരിക്കും. ഇതൊക്കെ ഓർത്തപ്പോ പൗലോസ് സകലതും മറന്നു ദൈവത്തെ ഉയർത്തി. അടുത്ത വായിച്ചു. 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറുകൊണ്ട്, 3 വട്ടം കപ്പൽ ജലത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്. എന്തിനു പറയുന്നു? ഇതൊക്കെ എന്തിനു വേണ്ടിയാ സഹിച്ചത്? ആർക്കു വേണ്ടിയാ സഹിച്ചത്? സ്വത്രം. ആർക്കു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാണോ? അല്ല. തന്റെ പ്രാണന്റെ വില വലിയതാണെന്നും അത് മുഴുലോകത്തെക്കാൾ വലിയതാണെന്നും താൻ മനസ്സിലാക്കിയത് കൊണ്ടാ. സ്വത്രം. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു സന്തോഷത്തിന്റെ കാലം തനിക്ക് സ്വർഗം വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എനിക്ക് സകല ലാഭമെന്ന് ഞാൻ പറയും. സ്വത്രം. എന്താ അത് പറയാൻ കാര്യം? ലോകത്തുള്ള സകല സൗഭാഗ്യങ്ങളും അതിൻ്റെതായ മഹത്വത്തിൽ അനുഭവിച്ചിട്ട് തന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ, താൻ വീട് കടന്ന് അന്ധതയിൽ തപ്പിത്തടഞ്ഞപ്പോൾ ഈ കൂടെ നിന്നവരും കൂട്ടുവന്നവരും കൈയടിച്ചവരും ആരും വന്നില്ല. എന്തിനു പറയുന്നു? പള്ളിപ്രമാണിമാരും ദേശത്തെ പ്രമുഖന്മാരും തന്റെ കൂടെ കൈയടിക്കാനുണ്ടായിരുന്നു. പക്ഷെ വീടപ്പോ ആരുമില്ല. ആണോ? ശരിയാണോ?
പൗലോസ് പറയുന്ന കാര്യം അറിയാമല്ലോ. സ്വത്രം. ആരാ? ന്യായപ്രമാണം പഠിച്ചവനാ, യഹൂദ പ്രമാണിമാരിൽ ശ്രേഷ്ഠനാ. സ്വത്രം. സകല സമ്പത്തിനും ഉടമയാ. സകലത്തിനും കൂടെ എന്റെ കൂടെ നിൽക്കാൻ പരിചാരകന്മാരുണ്ടായിരുന്നു. എവിടെ പോയി? അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടെ കൂട്ടത്തിൽ ഓർപ്പിച്ചു നടത്താൻ ആഗ്രഹിക്കുക. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി, ഹേ മഹാസമുദ്രമേ, നീ ഒരു വലിയ പടസൈന്യമായിരുന്നെങ്കിൽ നിന്നെ യുദ്ധം ചെയ്ത് ഞാൻ എന്റെ കാൽക്കീഴിൽ അടിമയാക്കുമായിരുന്നു പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി 37-ാമത്തെ വയസ്സിൽ, 33-ാമത്തെ വയസ്സ്, 33-ാമത്തെ തോന്നുന്നു. സ്വത്രം. കറക്റ്റാണ്, ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്റെ രോഗക്കിടക്കിൽ കിടന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം. കൊട്ടാര വൈദ്യന്മാരെ വിളിച്ചു, ബാങ്ക് മാനേജർമാരെ വിളിച്ചു, കൊട്ടാരത്തിലുള്ള തന്റെ കൂടപ്പുറപ്പുകളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു പോകും. സ്വത്രം. നമുക്ക് ആ ചിന്തയുണ്ടോ? ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. സ്വത്രം. നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. നമ്മുടെ വെടുക്കൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ച ഫ്രൈഡ് റൈസിന്റെയും ഗുലാബിന്റെയും ഗുണമല്ല കേട്ടോ, ദൈവത്തിന്റെ കരുണയാണ്. സ്വത്രം. ഓക്കെ. ചക്രവർത്തി പറഞ്ഞൊരു കാര്യം, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് ആരായിരിക്കണം? കൊട്ടാര വൈദ്യന്മാരായിരിക്കണം. സ്വത്രം. ലോകം വെട്ടിപ്പിടിച്ചവൻ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ച്, അല്ലയോ യജമാനനെ, എന്തിനാ ഈ വൈദ്യന്മാർ ചുമക്കുന്നത്? കൊട്ടാരത്തിൽ നമുക്ക് ആൾക്കാരില്ലേ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളില്ലേ? പോരാ പോരാ പോരാ, ഈ വൈദ്യന്മാരെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്ന് ലോകം അറിയണം. അവന്റെ മെഡിസിൻസിന്, എന്റെ പ്രാണന് വില തരാൻ കഴിയത്തില്ലെന്ന് ലോകം അറിയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, സഹോദരങ്ങളെ, രോഗം വന്നാൽ മരുന്ന് കഴിക്കരുതെന്നല്ല എന്റെ അർത്ഥം. ആ മരുന്നിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് തോന്നിൽ പിന്നെ അതിന്റെ പുറമെ പോവരുത്. സ്വത്രം. നിനക്ക് സൗഖ്യം തരാൻ ആ മരുന്നിന് പറ്റത്തില്ലെന്ന് തോന്നിയാൽ പിന്നെ അതിലാശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സിലായി, ഈ വൈദ്യന്മാർ കൊണ്ടുവരുന്ന മെഡിസിൻ കൊണ്ട് എന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല, ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് എന്റെ ശവമഞ്ചം നിങ്ങൾ ചുമക്കണം. തീർന്നോ? ഞങ്ങളത് ചെയ്തു കൊള്ളാം. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞില്ല, സാറേ നിങ്ങൾ മരിക്കത്തില്ല. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, തീർന്നില്ല, ഇനി 2 കാര്യം കൂടെ ഉണ്ട്. സ്വത്രം. ഈ വെട്ടിപ്പിടിച്ച പണമുണ്ടല്ലോ, അതെന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പം വടിത്തലയ്ക്കൽ വാരി വിതറണം. സ്വത്രം. എന്തിനാ? ഈ പണം കൊണ്ട് എന്റെ പ്രാണനെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകം അറിയണം. തീർന്നോ? ചെയ്തു കൊള്ളാം. ഇല്ല, എന്നെ അടക്കാൻ കൊണ്ടുപോകുന്ന ശവപ്പെട്ടി ഉണ്ടല്ലോ, അതിന് 2 സൈഡിൽ 2 ഹോളിടണം. എന്നിട്ട് എന്റെ 2 കൈ പുറത്തോട്ടിട്ടേക്കണം. എന്തിനാ ഇത്? ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം കാണണം. കൂടപ്പുറപ്പേ, അപ്പോസ്തലനായ പൗലോസ് സ്വത്രം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്നവരാരും ഞാൻ വീണ് കിടന്നപ്പോൾ ഉണ്ടായില്ല, ഞാൻ അന്ധതയിൽ തപ്പിത്തളഞ്ഞപ്പോൾ ആരും വന്നില്ല. പക്ഷേ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ പണത്തിനോ പ്രതാപത്തിനോ എന്റെ ആൾബലത്തിനോ എന്റെ സമ്പത്തിനോ എന്റെ മഹത്വത്തിനോ മകുടത്തിനോ എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനത്തെ എന്നെ വിളിച്ചു വേർതിരിച്ച, എന്റെ കണ്ണിൽ തൊട്ട് എനിക്ക് കാഴ്ച തന്ന, എന്നെ ഞാനാക്കി തീർത്ത സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ മഹത്വം മതി എനിക്ക്. ലോകത്തിന്റെ ഒരു മാനവും എനിക്ക് വേണ്ട. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പൗലോസ് പറയുക, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുതു,
വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ അല്ല, ദൈവത്തെ അല്ല, ദൈവം എനിക്ക് വച്ചിരിക്കുന്ന ആ കിരീടത്തെയാ. അത് ഞാൻ പ്രാപിക്കും, അത് ഞാൻ പ്രാപിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നമുക്കും വിശ്വസിക്കാം. എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞ കർത്താവ് വാനമേഘത്തിൽ വരുവാൻ കാലമായി. അവന്റെ പ്രത്യക്ഷതയിൽ ഞാനും എടുക്കപ്പെടും. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, വേഗം വരണമേ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സഹിച്ച് ഞാൻ മടുത്തു. ലോകത്തിന്റെ നിന്ന കേട്ട് ഞാൻ മടുത്തു. എന്റെ കുഞ്ഞുങ്ങളെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വിലപിക്കുന്നു. ഈ കട്ടതയിൽ നിറഞ്ഞ ലോകത്തിൽ നിന്ന് കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേഗം വരണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം. കർത്താവ് ഓരോ കാലമായി നമുക്ക് അവന് വേണ്ടി ഒരുങ്ങാം. ഈ വചന സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.